എല്ലാവർക്കും മല്ലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്പാ, വിലായത്ത് ബുദ്ധ, പാട്രിയോട്ട് എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സ്പാ എന്ന മലയാള സിനിമയുടെ OTT എപ്പോഴാണ് റിലീസ് ആവുന്നതാണ്. ഈ ഒരു സിനിമയിൽ ശ്രുതി മേനോൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സ്പാ ഒരു അഡൾട്ട് റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മെയ് 28-ന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള സ്പൈ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വിറ്റുപോയിരിക്കുന്നു. C5 ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 5-ന് പാട്രിയോട്ടിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സുഖമാണ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ മലയാള റൊമാൻറ്റിക് ഫാന്റസി കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മാത്യു തോമസ്, ദേവിക സഞ്ജയ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ മെയ് 29-ന് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് കറ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തമിഴ് ആക്ഷൻ ഹേസ് ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സിൽ മെയ് 22 മുതൽ OTT റിലീസ് ചെയ്യും. ഈ ഒരു സിനിമയിൽ ധനുഷ്, മമിത ബൈജു, KS രവികുമാർ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ മെയ് 28-ന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഫേസസ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത് മാർച്ചിലായിരുന്നു. ഇപ്പോഴിതാ ഈ ഒരു സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സൺനെസ്റ്റ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 29-ന് സൺനെസ്റ്റിൽ ഫേസസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ജെന്റിൽ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തെലുങ്ക് ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമയുടെ OTT ഓൾറെഡി വിറ്റുപോയിരിക്കുകയാണ്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമയുടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഇതൊരു കോമഡി ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കൺകജുറ എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ക്രൈം സൈക്കോളജിക്കൽ വെബ് സീരീസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു വെബ് സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് സോണി ലീവാണ്. മെയ് 30-ന് കൺകജുറയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സ്പൈഡർ നോയർ എന്ന സിനിമയെ പറ്റിയാണ്. ബോളിവുഡ് സൂപ്പർ ഹീറോ നോയർ വെബ് സീരീസ് ആണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈം ആണ് ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 27 ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മമ്മൂട്ടി നായകനായ ഈ ഒരു സിനിമയിൽ ഗൗതം വാസുദേവ് മേനോനും ഒന്നിച്ചഭിനയിച്ച സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന തമിഴ് ഫാമിലി ഡ്രാമ വെബ് സീരീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നിഖില ശങ്കർ, രാജയ്യപ്പ, ലുതൂഫ്, കിഷോർ എന്നിവരാണ് ഈ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി ഡ്രാമ സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് കസിൻസ് ആൻഡ് കല്യാൺസ് എന്ന മലയാള ഫാമിലി റൊമാൻറ്റിക് കോമഡി വെബ് സീരീസിനെ പറ്റിയാണ്. പ്രിയ പ്രകാശ് വാര്യർ, റോഷൻ അബ്ദുള്ള, റഫു എന്നിവരാണ് ഈ ഒരു സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT ജിയോ ഹോട്ട്സ്റ്റാറിൽ മെയ് 29-ന് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ദൃഢം എന്ന ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജൂൺ അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അനോണമി എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള ക്രൈം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. ഭാവന, റഹ്മാൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. അടുത്ത മാസമായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.